സർക്കാരിനെതിരെ നേരിട്ട് ഏറ്റുമുട്ടാൻ തയ്യാറായിരിക്കുകയാണ് ഡോക്ടർ ഹാരിസ്. മോഷണ കുറ്റം വരെ ആരോപിക്കുന്ന വിധത്തിലേക്ക് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി തരം താണപ്പോൾ പിന്നോട്ട് മാറാൻ തയ്യാറാകാതെ ചങ്കുറപ്പോടെ മറുപടി നൽകാൻ തന്നെയാണ് ഡോക്ടറുടെ തീരുമാനം. തെറ്റു ചെയ്യാത്തതിനാൽ പേടിക്കാൻ ഒന്നുമില്ലാത്ത ആളുടെ ധൈര്യം ഹാരിസിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. മെഡിക്കൽ കോളേജിലെ 20 ലക്ഷം രൂപയുടെ ഉപകരണം നഷ്ടപ്പെട്ടു എന്ന ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ആരോപണത്തിന് വ്യക്തമായ മറുപടിയാണ് ഡോക്ടർ ഹാരിസ് നൽകിയത്. ഉപകരണ ഭാഗങ്ങൾ ഒന്നും കാണാതായിട്ടില്ലെന്നും അതു സംബന്ധിച്ച് ഏതു തരത്തിലുള്ള അന്വേഷണവും നടത്തട്ടെ എന്നും അദ്ദേഹം പറയുന്നു. MP ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ 20 ലക്ഷം രൂപയുടെ ഉപകരണം കാണാനില്ല എന്ന വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നും ഇതു സംബന്ധിച്ച് വകുപ്പ് തല അന്വേഷണം നടത്തുമെന്നുമാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത്. വിദഗ്ധ സമിതി റിപ്പോർട്ട് ആരും കണ്ടിട്ടില്ല എന്നും അത് ലഭിച്ച ശേഷം കൂടുതൽ മറുപടി പറയാമെന്നുമായിരുന്നു വീണ ജോർജിനുള്ള ഡോക്ടറുടെ മറുപടി. പൊതുസമൂഹത്തിന് മുന്നിൽ ഡോക്ടറെ താറടിക്കാൻ സംഘടിത ശ്രമമാണ് നടക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഡോക്ടർ ഹാരിസിന്റെ മറ്റു വെളിപ്പെടുത്തലുകൾ ആരോഗ്യ വകുപ്പിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നതാണ്. തകരാറിലായ പ്രോസ്റ്റേറ്റ് ചികിത്സയ്ക്കുള്ള യന്ത്രം നന്നാക്കാൻ പണമില്ലാതെ ഡോക്ടർമാരും PG വിദ്യാർത്ഥികളും 50,000 രൂപ പിരിവെടുത്താണ് കമ്പനിക്ക് നൽകിയത്. കൊട്ടിഘോഷിക്കുന്ന ആരോഗ്യ കേരളത്തിന്റെ നെഞ്ചത്തേക്കാണ് ഡോക്ടറുടെ അമ്പുകൾ ചെന്ന് തറയ്ക്കുന്നത്. ശസ്ത്രക്രിയ ചെയ്യാതെ മൂത്രക്കല്ല് നീക്കം ചെയ്യുന്നതിനുള്ള യന്ത്രം കേടായിട്ട് 2 വർഷമായി. പല ശസ്ത്രക്രിയകളും താക്കോൽ ദൂര ശസ്ത്രക്രിയയിലേക്ക് മാറിയിട്ടും മെഡിക്കൽ കോളേജുകളിൽ തുറന്ന ശസ്ത്രക്രിയ തുടരുകയാണ്. യൂറോളജിയുടെ മാത്രം അവസ്ഥയല്ല ഇത്. പല വകുപ്പിലും ഇതുതന്നെയാണ് അവസ്ഥ. ഈ യാഥാർത്ഥ്യങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ടാണ് പിണറായി സർക്കാർ കേരളം നമ്പർ 1 ആണെന്നും കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ ആളുകൾ കൂട്ടത്തോടെ ചികിത്സ തേടി എത്തുന്നുവെന്നും നാഴികയ്ക്ക് 40 വട്ടം മന്ത്രിമാർ അവകാശപ്പെടുന്നത്. കേരളത്തിന്റെ ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണ് എന്ന പ്രതിപക്ഷ ആരോപണത്തിന് ബലമേകുന്നതാണ് CPM അനുഭാവിയായ ഡോക്ടർ ഹാരിസിന്റെ തുടർച്ചയായ വെളിപ്പെടുത്തലുകൾ. ഒരു സർക്കാരിനെ സംബന്ധിച്ച് ജനങ്ങളുടെ ജീവൻ പ്രധാനമാണ്. സ്വകാര്യ ആശുപത്രികളിൽ ലക്ഷങ്ങൾ വരുന്ന ശസ്ത്രക്രിയ കുറഞ്ഞ ചെലവിൽ നടത്താൻ കഴിയും. എന്നാൽ ശസ്ത്രക്രിയ നടത്താൻ ആവശ്യമായ സൗകര്യങ്ങൾ ഇല്ല എങ്കിൽ പാവപ്പെട്ടവർക്ക് എങ്ങനെ സർക്കാർ സംവിധാനങ്ങളെ ആശ്രയിക്കാൻ കഴിയും? സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത മുഴച്ചു നിൽക്കുകയാണ്. ജനസേവനം ലക്ഷ്യമാക്കി സർക്കാർ സർവീസിൽ കയറിയ ഡോക്ടർമാർക്ക് ജനം നേരിടുന്ന ബുദ്ധിമുട്ടിൽ അതൃപ്തി ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അത് തിരിച്ചറിയാനുള്ള പക്വതയാണ് ഒരു സർക്കാർ കാണിക്കേണ്ടത്. അല്ലാതെ ആരോഗ്യ മേഖലയിലെ കുറവുകൾ നിവൃത്തികേടിനാൽ വിളിച്ചു പറയേണ്ടി വരുന്ന ഡോക്ടർമാർക്കെതിരെ മോഷണ കുറ്റം വരെ ആരോപിക്കുന്ന വിധത്തിലേക്ക് തരം താഴുകയല്ല ഒരു മന്ത്രി ചെയ്യേണ്ടത്. ഡോക്ടറെ പ്രതിസന്ധിയിലാക്കാനായി ആരോപണങ്ങൾ തുടരുമ്പോൾ തന്റെ കൈവശമുള്ള രേഖകൾ പുറത്തുവിട്ടാണ് ഡോക്ടർ അതിനെ പ്രതിരോധിക്കുന്നത്. യൂറോളജി വകുപ്പിൽ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതെല്ലാം യഥാസമയം അദ്ദേഹം അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. എന്നിട്ടും അനങ്ങാപ്പാറ നയം സ്വീകരിച്ചവരാണ് സമൂഹ മാധ്യമത്തിലൂടെ ഡോക്ടർ വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ പിറ്റേന്ന് തന്നെ യന്ത്രമെത്തിച്ചത്. ഡോക്ടർ ഡിപ്പാർട്ട്മെന്റിലെ കുറവുകൾ അറിയിച്ചില്ല എന്നാണ് മെമ്മോയിൽ പറയുന്നത്. എന്നാൽ 2 തവണയാണ് ഡോക്ടർ അധികൃതർക്ക് കത്ത് നൽകിയത്. മാർച്ചിലും ജൂണിലുമാണ് അദ്ദേഹം കത്ത് നൽകിയത്. 2 കത്തിലും നടപടി ഉണ്ടായില്ല. ഉപകരണങ്ങൾ ഇല്ലെന്ന് ഡോക്ടർ വെളിപ്പെടുത്തിയ ജൂൺ 27-ന് ശേഷം അവ വാങ്ങിയതിന്റെ തെളിവും പുറത്തുവിട്ടിട്ടുണ്ട്. ഒരു സർക്കാർ മെഡിക്കൽ കോളേജിൽ ചികിത്സാ ഉപകരണങ്ങൾ ഇല്ല എന്ന വസ്തുത ഒരു വിഭാഗത്തിന്റെ തലവൻ എത്ര തവണ പരാതിപ്പെടണം എന്ന ചോദ്യവും ബാക്കിയാവുകയാണ്. ഉപകരണങ്ങൾ സംബന്ധിച്ച് എല്ലാ വർഷവും ഓഡിറ്റിംഗ് നടത്തുന്നതാണെന്നും ആരോഗ്യമന്ത്രി എന്താണ് ഉദ്ദേശിച്ചതെന്ന് അറിയില്ല എന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു. ഒസിലോസ്കോപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ ഉപകരണങ്ങളും ആശുപത്രിയിൽ തന്നെയുണ്ട്. അന്വേഷണത്തിനെത്തിയ വിദഗ്ധ സമിതിക്ക് ഉപകരണങ്ങൾ എല്ലാം പരിശോധിക്കാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല. ഓപ്പറേഷൻ തിയേറ്ററിലാണ് ഉപകരണമുള്ളത്. ഓപ്പറേഷൻ നടക്കുന്ന 2 ദിവസങ്ങളിലായി എത്തിയ വിദഗ്ധ സമിതിക്ക് അതിനുള്ളിൽ കയറി പരിശോധിക്കാൻ സാവകാശമോ അനുവാദമോ ഉണ്ടായിരുന്നില്ല. അവർ അത്തരത്തിൽ ഒരു പരിശോധനയും നടത്തിയിട്ടില്ല എന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു. 14 ലക്ഷം രൂപയുടേതാണ് ഈ പറയുന്ന ഉപകരണം. അതിൽ എല്ലാ ഭാഗങ്ങളും അവിടെയുണ്ട്. ശശി തരൂർ MPയുടെ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ ഉപകരണത്തിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ എടുത്ത് കളക്ടർക്കും നൽകിയിട്ടുമുണ്ട്. അക്കാര്യമൊന്നും സമഗ്രമായി പരിശോധിക്കാൻ വിദഗ്ധ സമിതിക്ക് സമയം കിട്ടിയെന്ന് കരുതുന്നില്ല. ഒരു ഭാഗവും നഷ്ടപ്പെടാതെ ഉപകരണം ഇപ്പോഴും ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെയുണ്ട്. ഉപകരണങ്ങൾ മനഃപൂർവ്വം കേടാക്കുന്നെന്ന് മുൻപ് ആരോപണം ഉയർന്നപ്പോൾ വിദഗ്ധരെത്തി അന്വേഷണം നടത്തി ഒരു പ്രശ്നവുമില്ല എന്ന് DMEക്ക് റിപ്പോർട്ട് കൊടുത്തിരുന്നതാണെന്നും ഡോക്ടർ ഹാരിസ് വിശദമാക്കി.
മന്ത്രി പറയുന്ന ഓസിലോസ്കോപ്പ് അവിടെ തന്നെ ഉണ്ട് എന്ന് ഡോക്ടർ ഹാരിസ് പറയുമ്പോഴും ഇക്കാര്യത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ. ഇല്ലാത്ത കാര്യങ്ങൾ അന്വേഷണ സമിതി റിപ്പോർട്ടിൽ ചേർക്കില്ല എന്ന് ഡോക്ടർ ഹാരിസ് ഉറപ്പിച്ചു തന്നെ പറയുന്നുമുണ്ട്. അങ്ങനെയെങ്കിൽ സമിതിയിലെ അംഗങ്ങളെ സർക്കാർ സമ്മർദ്ദത്തിലാക്കി എന്ന് സംശയിക്കേണ്ടതായും വരും. കാരണം കാണിക്കൽ നോട്ടീസ് സ്വാഭാവിക നടപടിയെന്ന് മന്ത്രി വരെ വ്യാഖ്യാനിക്കുമ്പോഴും എന്തിനാണ് ഡോക്ടർ ഹാരിസിനെ സംശയമുനയിൽ നിർത്തുന്നത് എന്ന ചോദ്യം ഇവിടെ ബാക്കിയാവുകയാണ്.